തിരുവനന്തപുരം കൈമനം മഹാശിവലിംഗ ഘോഷയാത്രാ സമിതിയുടെ നേതൃത്വത്തിൽ 12 ജ്യോതിർലിംഗങ്ങളും മറ്റ് പുണ്യസ്ഥലങ്ങളും നേപ്പാളും സന്ദർശിക്കാനുള്ള മഹാശിവലിംഗ ഘോഷയാത്ര അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കും വിവരണങ്ങളിലേക്കും പോകാം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഒരു അലങ്കരിച്ച രഥം കാണാൻ കഴിയുന്നുണ്ട്. നേപ്പാളും അതോടൊപ്പം തന്നെ ജ്യോതിർലിംഗങ്ങളും സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രങ്ങൾ തേടിയുള്ള ആ യാത്രയ്ക്കാണോ തുടക്കം കുറിക്കുന്നത്? അനുഗ്രഹീത നിമിഷത്തിലേക്കാണ്. അനുഗ്രഹീത നിമിഷമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാലിംഗ ഘോഷയാത്ര 12 ജ്യോതിർലിംഗങ്ങൾ സന്ദർശിക്കുകയും നേപ്പാൾ അടക്കമുള്ള രാജ്യങ്ങളിലൂടെ കടന്നുപോയി പുണ്യക്ഷേത്രങ്ങളടക്കം സന്ദർശിക്കുന്ന ഈ ഘോഷയാത്ര കടന്നു പോവുകയാണ്. ഇനി 45 ദിവസത്തോളം ഈ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ജ്യോതിർലിംഗങ്ങൾ സന്ദർശിച്ച ശേഷമായിരിക്കും മടക്കയാത്ര ഉണ്ടാകുക. 12 ജ്യോതിർലിംഗങ്ങളാണ് ഈ യാത്ര സന്ദർശിക്കുന്നത്. കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് നിരന്തരം ഇത് തുടരുന്ന ഒരു ആഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 108 വർഷം മഹാലിംഗ ഘോഷയാത്ര ബാലാലയ സമർപ്പണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഘോഷയാത്ര നടക്കുന്നത്. 108 വർഷം നീണ്ടു നിൽക്കുന്ന ഘോഷയാത്രയാണ് ഇത്. ഓരോ വർഷവും ഈ ശിവലിംഗ ഘോഷയാത്രകൾ സംഘടിപ്പിക്കും. അതിനുശേഷം 108ാമത്തെ വർഷം ഇതൊരു ഈ ഘോഷയാത്രയും ശിവലിംഗം ഒരു മഹാശിവലിംഗമായി പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു അത്യപൂർവമായി നിൽക്കുന്ന ഒരു ക്ഷേത്രം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ഘോഷയാത്രയാണ് ഇപ്പോൾ ഈ മഹാശിവലിംഗ ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ കൈമനത്തുള്ള മഹാശിവലിംഗ ഘോഷയാത്ര സമിതിയാണ് ഈ ഘോഷയാത്ര നടത്തുന്നത്. വലിയ ആത്മീയമായ അനുഭൂതി പകർന്നു നൽകുന്ന ഒരു മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിരവധി സന്യാസി ശ്രേഷ്ഠന്മാർ, ആചാര്യന്മാർ, ഹൈന്ദവ ആചാര്യന്മാർ, ഹിന്ദുധർമ്മ പരിഷത്തിന്റെ നിരവധി ഈ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ പ്രവർത്തകരടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും ചെയ്തു. നമ്മൾ അനന്തപുരിയുടെ മണ്ണിലൂടെ ഈ ഘോഷയാത്ര കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ഒരു ആത്മീയ അനുഭൂതി നൽകുന്ന ഒരു നിമിഷമാണിപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഘോഷയാത്ര ട്രസ്റ്റ് ഘോഷയാത്ര ട്രസ്റ്റ് കഴിഞ്ഞ 8 വർഷക്കാലം ഇത്തരത്തിൽ ഈ ജ്യോതിർലിംഗ ഘോഷയാത്രകൾ നടത്തി വരികയാണ്. ഇനിയുള്ള നാളുകൾ ഭക്തിയുടെ ഒരു നാളുകളാണ്. നമുക്കറിയാം, ഭഗവാൻ ശിവനും ഭഗവാൻ ശിവലിംഗങ്ങളുമെല്ലാം വലിയ ഒരു ആത്മീയ അനുഭൂതി നൽകുന്നതാണ് 12 ജ്യോതിർലിംഗങ്ങൾ എന്ന് പറയുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലുള്ളവരെല്ലാം ഈ ജ്യോതിർലിംഗങ്ങൾ കാണുക എന്നത് അല്ലെങ്കിൽ മനുഷ്യൻ്റെ മാനവരാശിയുടെ ഏറ്റവും വലിയ ഒരു ആത്മീയ നിർവൃതിയാണ് ഈ ജ്യോതിർലിംഗങ്ങളുടെ ദർശനം എന്ന് പറയുന്നത്. 12 ജ്യോതിർലിംഗങ്ങളും സന്ദർശിച്ച് പുണ്യമടയുക എന്നത് ഓരോ ഹൈന്ദവ വിശ്വാസിയുടെയും വിശ്വാസികളുടെയും ഏറ്റവും വലിയ ആഗ്രഹം കൂടിയാണ്. അത്തരത്തിലുള്ള ജ്യോതിർലിംഗങ്ങളിലൂടെയാണ് ഈ ഘോഷയാത്ര സന്ദർശനം നടത്തുന്നത്. അതോടൊപ്പം തന്നെ നേപ്പാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോവുകയും അവിടെയെല്ലാം ജ്യോതിർലിംഗങ്ങൾ, അവിടെയുള്ള പുണ്യക്ഷേത്രങ്ങളടക്കം സന്ദർശിക്കുകയും ചെയ്യും. അങ്ങനെ അത്തരം പുണ്യക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ചുകൊണ്ടാണ് ഈ യാത്ര പിന്നീട് കേരളത്തിലേക്ക് എത്തുക. ആദ്യം മഹാരാഷ്ട്രയിലെ ജ്യോതിർലിംഗമാണ് സന്ദർശിക്കുന്നത്. തുടർന്ന് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ചെല്ലും. അവിടങ്ങളിൽ നിന്ന് ഓരോ ഭക്തരുടെ എല്ലാം ആശീർവാദങ്ങളും പുണ്യങ്ങളും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഇത്തരത്തിൽ യാത്ര കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ഒരു 45 ദിവസമാണ് ഈ യാത്രയുടെ സമയം പറയുന്നത്. അത്തരത്തിൽ ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ അവിടങ്ങളിൽ നിന്നുള്ള ഭക്തർ പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ പുണ്യസങ്കേതങ്ങളിൽ കഴിച്ചു കൂട്ടുകയും ഭക്തർ നൽകുന്ന ദക്ഷിണയും സ്വീകരിക്കുകയും അവിടെ നിന്നും കിട്ടുന്ന പ്രസാദം ഭക്ഷണമായി സ്വീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ 7 അംഗ സംഘം യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടാണ് ഈ വിവിധ ക്ഷേത്രങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നത്, വിവിധ ജ്യോതിർലിംഗങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നത്. ഇത് 108 വർഷം ഇതേ രീതിയിൽ നടക്കും. 108ാമത്തെ വർഷമായിരിക്കും. പ്രശാന്ത്, തിരുവനന്തപുരം കൈമനം മഹാശിവലിംഗ ഘോഷയാത്രാ സമിതിയുടെ നേതൃത്വത്തിൽ 12 ജ്യോതിർലിംഗങ്ങളും മറ്റ് പുണ്യസ്ഥലങ്ങളും നേപ്പാളിലെ തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിക്കുവാനുള്ള മഹാശിവലിംഗ ഘോഷയാത്ര തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.